ശരീഅത്തിന്റെ ആ ഒരു ശരിയായ രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ തിരിച്ചു വന്നാൽ, കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ പെണ്ണിന് അങ്ങോട്ട് പൈസ കൊടുക്കണം, അങ്ങോട്ട് സമ്മാനം കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങോട്ട് അവർക്ക് പൈസ കൊടുത്ത് സഹായിക്കണം, മഹർ കൊടുത്തിട്ട് അന്തസ്സിൽ കല്യാണം ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഒന്നുകൂടാന്ന് പറയാൻ പറ്റുമോ? കുട്ടി അന്വേഷിച്ച് ബേജാറായി നടക്കുകയാണ്. റബ്ബേന്റെ പെൺകുട്ടിനെ ഞാൻ എന്താക്കുന്നു? ഇങ്ങനെ കൊച്ചു മക്കളോട് നമുക്ക് സ്നേഹം തോന്നുക. ആ പിഞ്ചു പൈതങ്ങൾ നമ്മൾ ശരിക്കും ഇജ്ജത്തോടെ വളർത്തിൻ, അല്ലാഹുവിലേക്ക് തവക്കുലാക്കിൻ. എന്റെ റബ്ബ് ഒരു വഴി കണ്ടിട്ടുണ്ടാവും. എന്റെ റബ്ബ് ഒരു വഴി കാണാതെ ഒരു വായയും അല്ലാഹു പടക്കുന്നില്ല. തിന്നാനൊരു വായ ഉണ്ടെങ്കിൽ അതിനുള്ള ഭക്ഷണം എന്റെ റബ്ബ് ഒരുക്കിയിട്ടുണ്ടാകും. എന്താ നമുക്ക് യഖീൻ ഉണ്ടാവാത്തത്? വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അല്ലാഹു ഭക്ഷണം ഏറ്റെടുത്തിട്ടില്ലാത്ത ഒരു ജീവിയും ഈ പ്രപഞ്ചത്തിൽ ഇല്ലല്ലോ. അബൂദർ റളിയല്ലാഹു തആല അൻഹു എപ്പോഴും ഇതാണ് പറയാ, അല്ലാഹു നിനക്ക് തരില്ലേ, നീ എന്തിനാ പേടിക്കുന്നത്? നാളത്തേക്ക് നാളെ അല്ലാഹു തരും. നിനക്ക് പറഞ്ഞാലൊന്നും മനുഷ്യന്മാര് വിടൂല. ഒരു ജോലി ഇല്ലാതെ തേരാപേര നടക്കായിരുന്നു. ഗൾഫിലാണല്ലോ, കുഴപ്പമില്ല. ഗൾഫിൽ 2-3 കൊല്ലമാകുമ്പോഴേക്കും എന്തുണ്ടാക്കിയത് ചോദിക്കും. ഒന്നുമില്ല, ശമ്പളം കിട്ടുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. പൊരണ്ടാക്കി 5 കൊല്ലം കഴിയുമ്പോൾ എന്റെ പൊര പൂർത്തിയായിട്ടുണ്ട്. എന്തെപ്പോ ഉണ്ടാക്കിയത്? പൊരണ്ടാക്കി. വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ? വരുമാനം പയ്യന്നൂർ ആ ബിൽഡിങ്, ഇവിടെ 5 സെന്റ് വരുമാനം. ഗൾഫ് എന്നുണ്ടാവോ? നാട്ടുകാർ ചോദിച്ചടങ്ങാറാക്കി. ഇവനൊരു കുഴപ്പമില്ലായിരുന്നു. അപ്പൊ സംശയമായി, പടച്ചാനെ അല്ലാഹുവേ, ഇനി വരുമാനമെല്ലാം ഞാൻ കുടുങ്ങിപ്പോവോ? നാട്ടുകാർ മുഴുവൻ പയ്യന്നൂരത്തെ ബിൽഡിംഗ് വാങ്ങി ഇവിടെ ബിൽഡിംഗ് ഉണ്ടാവോ? അല്ലാഹു എന്തെല്ലാം വഴി വെച്ചിട്ടുണ്ടാവും. തൗഫീഖുള്ളവൻ വാങ്ങിക്കോട്ടെ. മനുഷ്യന്മാരെ പറഞ്ഞിട്ട് പോലെ തവക്കുൽ ഇടിച്ച് തകർക്കുക. നമ്മൾ നാളത്തേക്ക് വേണ്ടി നിങ്ങൾ അമല് ചെയ്തോ, അധ്വാനിച്ചോ, സേവ് ചെയ്തോ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു യഖീൻ ഖൽബിലേക്ക് കയറണം. ഇതൊന്നുമില്ലെങ്കിലും എന്റെ റബ്ബ് എനിക്ക് സാക്ഷിയായി, എനിക്ക് സംരക്ഷകനായി ഉണ്ട് എന്ന ഉറപ്പ് ആണിന്റെയും പെണ്ണിന്റെയും ഖൽബിൽ കയറിയിട്ടുണ്ടോ? ഇവിടെയാണ് നമ്മുടെ ഈമാൻ. എന്റെ റബ്ബെന്നെ കൈവിടിയൂല, എന്റെ റബ്ബെന്നെ കൈവിടിയൂല എന്ന ഉറപ്പ്. പിന്നെ റിട്ടയർമെന്റ് ആലോചിച്ച് ഇപ്പോൾ തന്നെ വിഷമിക്കേണ്ട കാര്യം വരൂല. എന്റെ റബ്ബുണ്ട് എന്റെ റിട്ടയർമെന്റ് കാലത്ത്, എന്റെ യൗവനത്തിൽ റബ്ബുണ്ട്, ഞാൻ കുട്ടിയായിരുന്നപ്പോ എന്റെ റബ്ബുണ്ട്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു നടപടിയിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർക്കെതിരെ ആക്ഷൻ എടുത്തത്. അബൂദറെ, നിങ്ങൾ എന്ത് ചെയ്യുക? പോയിട്ട് ഒരു മരുഭൂമിയിൽ അങ്ങേ അറ്റത്ത് ഒരു മലഞ്ചെരുവുണ്ട്, റബ്ദ എന്ന് പറയുന്ന സ്ഥലം, നിങ്ങൾ അവിടെ പോയി താമസിച്ചാൽ മതി, നിങ്ങൾ അങ്ങാടിക്ക് വരണ്ട. നിങ്ങളെപ്പോലൊക്കെ ഈമാൻ ഇപ്പോഴത്തെ കാലക്കാർക്ക് ഉണ്ടാവില്ലല്ലോ അബൂദറെ എന്ന് പറഞ്ഞു. ഈ അബൂദർ